ഞങ്ങൾ ഇന്നുള്ളത് നല്ലേപ്പുള്ളിയിലുള്ള തനിമ ഫാം ലൈഫിലാണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് മരങ്ങളും ഫലവൃക്ഷങ്ങളാലും സമ്പുഷ്ടമാണ് ഇവിടെ. പാലക്കാടുള്ള ഞങ്ങൾക്ക് ഇതൊരു ഈസി ആക്സസ് ആയിരുന്നു. നമ്മുടെ കൂടെ ഒരു ഫാമിലിയോടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കായുള്ള പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കി ഗൈഡ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. പേരയ്ക്കയും പൊമോഗ്രാനൈറ്റും ഇട്ടിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾക്ക് കിട്ടിയോ. അത് ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ബാഗും തൂക്കി വില്ലയിലോട്ട് പോയി. ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ല ട്രഡീഷണലി ഡിസൈൻ ചെയ്ത വില്ലേജാണുള്ളത്. ആഫ്റ്റർ ദാറ്റ് വി വെൻ ടു ഗ്ലാസ് ബ്രിഡ്ജ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കോ, പാലക്കാട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഓട്ടോ സെക്ഷനൊക്കെ പറ്റിയ ആംബിയൻസ്. ഇവർ ഈ തംസപ്പും കാണിച്ച് ആക്ടിവിറ്റി ചെയ്യാൻ പോയപ്പോഴത്തേക്കും ആ നിരവധി ശബ്ദമൊന്നും ഇടുമെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പിന്നെ ജംഗിൾ ഗോകാർട്ട്, കുട്ടികൾക്ക് പറ്റിയ സ്നേക്ക് ആൻഡ് ലേഡേഴ്സ് ഗെയിം ഇവിടെ ഉണ്ട്. പിന്നെ സിപ്പ് ലൈനും അതുപോലെ ബോട്ടിങ്ങും സ്കൈ സൈക്ലിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. 70-80% അവരുടെ ഫാമിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിട്ടുള്ള കിഡിലൻ ഫുഡും കഴിച്ച് പോയത് എക്സോട്ടിക് ബേർഡ് പാർക്കിലോട്ടാണ് കേട്ടോ. ബേർഡ്സിന് ഫീഡ് ചെയ്യാനും അതുപോലെ റെപ്റ്റൈൽസിനുള്ള ഫോട്ടോസും ഒക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പോയത് കെനൽ ക്ലബിലോട്ടാണ് കേട്ടോ. പിന്നെ അതും കണ്ട് കുട്ടികളുടെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോയപ്പോഴത്തേക്കും ടീ ടൈമായി. ടർഫും അതുപോലെ 10 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമി കുട്ടിക്ക് ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റ് ആയടോ. പിന്നെ നമ്മൾ റെയിൻ ഡാൻസിന് പോയി, പൂളിലും പോയി. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നല്ലൊരു ഡിന്നറും കഴിച്ചു. പക്ഷേ ട്രിപ്പ് പൂർണ്ണമാവണമെങ്കിൽ ക്യാമ്പ് ഫയർ വേണം അല്ലേ? നമ്മൾക്ക് അതുകൊണ്ട് ഇവിടെ കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ലേ? സ്റ്റേക്കേഷനും ഡേക്കേഷനും ഇവിടെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. റീബുക്കിംഗ് മസ്റ്റ് ആണ് കേട്ടോ.